സോ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ 18 ഇലക്ട്രോൺ റോളിനകത്ത് ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ന്യൂട്രൽ ആറ്റം മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് രണ്ട് മെത്തേഡ് ന്യൂട്രൽ ആറ്റം മെത്തേഡ് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം. ഈ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ കട്ട് ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നോക്കാം. FeCl6 times 3 minus. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള കോംപ്ലക്സ് FeCl6 times 3 minus എന്ന് പറയുന്ന കോംപ്ലക്സ്. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് വഴി എങ്ങനെയാണ് അയൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന്റെ ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആസ് ദ നെയിം സജസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് ആണ്. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ലിഗാൻഡിന് ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ FeCl6 3 minus എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിനകത്ത് സെൻട്രൽ ആറ്റം അയൺ ആണ്. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. 3+ ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ലിഗാൻഡ് എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ നോർമലി ന്യൂട്രൽ ലിഗാൻഡ് അല്ല, Cl- ആണ് നമ്മൾ എഴുതുക. Cl- F-. ഓക്കെ, അപ്പൊ ഹാലൈഡ്സ് ഒക്കെ ഇങ്ങനെ നെഗറ്റീവ് ലിഗാൻഡുകളാണ്, ഹാലൈഡുകളെല്ലാം. അപ്പൊ Cl- ആണ്. അപ്പോൾ നമ്മുടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. ക്ലോറിൻ ലിഗാൻഡിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്, -1 ആണ്. അതുകൊണ്ടാണ് FeCl6 3 minus എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ FeCl6 3 minus, എനിക്ക് എൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ല എന്ന് വിചാരിച്ചു. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ല, കണ്ടുപിടിക്കണം. അതിന് ഞാൻ ജസ്റ്റ് എക്സ് എന്ന് സപ്പോസ് ചെയ്യാം. ദെൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകൾ ക്ലോറൈഡ് അയോൺസ് ആണ്, Cl- അയോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിന്റെ ഫുൾ ചാർജ് 3- ആണ്. അതായത് അയൺ എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ അതേ പ്ലസ് ലിഗാൻഡിന്റെ ചാർജ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു കോംപ്ലക്സിന്റെ ഫുൾ ചാർജ് ആണ് ഇവിടെ മുകളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എക്സ് പ്ലസ് 6 ലിഗാൻഡ്സ് ഉണ്ട്, 6 ഇൻറ്റു ഓരോ ലിഗാൻഡിന്റെയും ചാർജ് എന്താ -1. അപ്പോൾ മെറ്റലിന്റെ ചാർജ് ആയി പ്ലസ് ലിഗാൻഡുകളുടെ ചാർജ് എല്ലാം കൂടെ ആഡ് ചെയ്തു. ഈ ടോട്ടൽ ചാർജ് ആണ് ഈ ഒരു കോംപ്ലക്സിന്റെ ഫുൾ ചാർജ് അല്ലെ, ഈക്വൽ ടു 3 മൈനസ്. അപ്പൊ എക്സ് -6 ഈക്വൽ ടു -3 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു -3 പ്ലസ് 6 ഈക്വൽ ടു +3. അപ്പൊ ഇങ്ങനെയാണ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, അയൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി എഴുതി അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണെന്നുള്ളത്. അപ്പൊ കണ്ടുപിടിക്കേണ്ട രീതി ഇതാണ്. ഓക്കെ, അപ്പൊ ഈ സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയൺ എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കട്ടെ. അപ്പൊ അയൺ എന്ന് പറയുന്ന ന്യൂട്രൽ ആറ്റം ആയിരുന്നുവെങ്കിൽ അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d6 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4s2 3d6 ആണ് അയൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബട്ട് ഇവിടെ അയൺ ന്യൂട്രൽ ആറ്റമായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, അയൺ 3+ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ Fe 3+ ആകുമ്പോഴത്തേന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ മാറും? 4s2 2 ഇലക്ട്രോൺ പോവും, 3d 1 ഇലക്ട്രോൺ കൂടെ പോയിട്ട് 4s0 3d5 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ Fe3+ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന് അതിന് സ്വന്തമായിട്ട് എത്ര ഇലക്ട്രോൺസ് കയ്യിലുണ്ട്? 5 ഇലക്ട്രോൺസ്. 3d5 5 ഇലക്ട്രോൺസ് എൻ്റെ കയ്യിലുണ്ട്. ബാക്കി 6 ക്ലോറൈഡിൽ നിന്ന് അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോംപ്ലക്സിനകത്ത് 6 ക്ലോറൈഡ് അയോൺസിൽ നിന്ന് അതെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിന് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലോറൈഡ് ഓരോ Cl- എത്ര ഇലക്ട്രോൺസിനാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? 2 ഇലക്ട്രോണിന് വീതമാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, Cl- എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരിക ക്ലോറിന് ചുറ്റും എത്ര ഇലക്ട്രോൺസാ? 7 ഇലക്ട്രോൺസ് ആണ്. ക്ലോറിൻ ആറ്റം ആയിരുന്നെങ്കിൽ 2 4 6 7. അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ആറ്റം ആണ്. ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 17 ഗ്രൂപ്പ് ആണ്. 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ക്ലോറിന്റെ കയ്യിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. പക്ഷെ ഇവിടെ Cl ആയിട്ടല്ല അയണിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്. Cl- ആയിട്ടാണ് അയണിലേക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നത്. അപ്പൊ Cl- എന്ന് പറയുമ്പോൾ ക്ലോറിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോണെ കൂടെ കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പൊ 7 ഇലക്ട്രോൺ അല്ല, Cl- എന്ന് പറയുന്ന ആൾക്ക് അയാളുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഈ 8 വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? നമ്മുടെ അയണിന് കൊടുക്കും.
ഓക്കെ, ഇങ്ങനെ ഓരോ ക്ലോറൈഡും ഓരോ Cl- ലിഗാൻഡും 2 ഇലക്ട്രോൺസിന് വീതം അയണില് സെൻട്രൽ മെറ്റലിന് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ 6 Cl- ലിഗാൻഡിനൂടെ എത്ര ഇലക്ട്രോൺസിന് റിസീവ് ചെയ്യും? 6 ഇൻറ്റു ഓരോ ക്ലോറൈഡിൽ നിന്ന് 2 ഇലക്ട്രോണിന് വീതം 12 ഇലക്ട്രോൺസ്. സോ FeCl6 ടൈംസ് 3- എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സിൽ എത്ര ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്? TB എത്ര വരിക? അയണിന് സ്വന്തമായിട്ട് 5 ഇലക്ട്രോൺസ് ആണുള്ളത്, പ്ലസ് 6 ക്ലോറിൽ നിന്നും കൂടെ 12 ഇലക്ട്രോൺസ്, എത്ര വരുന്നുണ്ട്? 17 ഇലക്ട്രോൺസ്. മനസ്സിലായോ? അപ്പൊ FeCl6 3- എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 17. ഈ ഒരു കോംപ്ലക്സിന്റെ കയ്യിലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ആറ്റത്തിന്റെ കയ്യിൽ 17 ബാലൻസ് ഇലക്ട്രോൺസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു 3- ഒന്നും കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. കാരണം എന്താ, നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാത്തിന്റെയും ചാർജ് കൺസിഡർ ചെയ്തു. സെൻട്രൽ ആറ്റത്തിന്റെ ചാർജ് നമ്മൾ എടുത്തു, അത് 3+ ആണെന്നുള്ള എടുത്തു. ക്ലോറിന്റെ ചാർജ് എടുത്തു, ക്ലോറിൻ മൈനസ് ചാർജ് ആണ് ഉള്ളത്, അപ്പൊ അത് കൺസിഡർ ചെയ്തു. എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട് 3- അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം ഇനി എടുക്കേണ്ട കാര്യമില്ല. ഇവരുടെ ചാർജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ 17 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇത് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി കോംപ്ലക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? Fe3+ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു? 6 Cl- ലിഗാൻഡ്സ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ ലോൺ പെയറിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ കൊടുത്തിട്ടാണ് Fe3ലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് FeCl6 3- എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നത്. അപ്പൊ 17 ഇലക്ട്രോൺസ് കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ്. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡിൽ എനിക്ക് സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയണം, എന്നിട്ട് അതിന്റെ ഇലക്ട്രോൺ കൗണ്ട് കണ്ടുപിടിക്കണം, ദെൻ ഓരോ ലിഗാൻഡിന്റെയും ചാർജ് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെയിം ഞാൻ എത്രത്തോളം ഇവിടെ ചെയ്തു നോക്കോ. ഇനി സെയിം കാര്യം ഞാൻ ന്യൂട്രൽ ആറ്റം മെത്തേഡ് വഴിയും കൂടെ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആവും. ന്യൂട്രൽ ആറ്റം മെത്തേഡ് FeCl6 കോംപ്ലക്സിൽ മാറ്റമില്ല. FeCl6 3- എന്ന് പറയുന്ന കോംപ്ലക്സ്. ന്യൂട്രൽ ആറ്റം മെത്തേഡ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? സെൻട്രൽ ആറ്റം നോക്കുക, അയൺ ആണ് സെൻട്രൽ ആറ്റം. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, സെൻട്രൽ ആറ്റത്തിന് ഒരു ന്യൂട്രൽ ആറ്റം ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ 4s2 3d6 അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്? 6 + 2 8 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ അയൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന്റെ കയ്യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് Cl എന്ന് പറയുന്ന ലിഗാൻഡ് കോർഡിനേറ്റ് ചെയ്യാണ്. അപ്പൊ ന്യൂട്രൽ ആറ്റം മെത്തേഡിൽ ആസ് എ നെയിം സജസ്റ്റ് നമ്മളെല്ലാം ന്യൂട്രൽ ആയിട്ട് എടുക്കുന്നത്. സെൻട്രൽ മെറ്റൽ ആണെങ്കിലും ലിഗാൻഡ് ആണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ ന്യൂട്രൽ ന്യൂട്രൽ ഗ്രൂപ്പുകളായിട്ടാണ് എടുക്കുന്നത്. സോ അയൺ ന്യൂട്രൽ ആറ്റമായിട്ട് എടുത്തു, സോ 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കിട്ടി. ക്ലോറിനെ നമ്മളൊരു ന്യൂട്രൽ ലിഗാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. യഥാർത്ഥത്തിൽ Cl- എന്ന് പറയുന്ന ലിഗാൻഡ് ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഈ ജസ്റ്റ് ഫോർ ദ സിംപ്ലിസിറ്റി, നമുക്ക് ബാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ ലിഗാൻഡുകളെ ന്യൂട്രൽ ആറ്റം മെത്തേഡിനകത്ത് ന്യൂട്രൽ ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. നമ്മൾ അതിന്റെ ചാർജ് കൺസിഡർ ചെയ്യേണ്ട. അതായത് ക്ലോറിൻ ആറ്റമായിട്ട് എടുത്താൽ മതി. ക്ലോറിൻ ആറ്റം അയണിലേക്ക്, അയൺ എന്ന് പറയുന്ന ഈ ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് ക്ലോറിൻ എന്ന് പറയുന്ന ന്യൂട്രൽ ലിഗാൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ കൗണ്ടിന് ഒരു വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ക്ലോറിൻ എന്ന് പറയുന്ന ന്യൂട്രൽ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കയ്യിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. 7 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ? അപ്പൊ 1 2 3 3 പേര് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ബാക്കി ഒരാളാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഈ ഒരു ഇലക്ട്രോണിനെയാണ് ശരിക്കും പറഞ്ഞാൽ ക്ലോറിൻ അയൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ തിയറി എടുക്കാനായിട്ട്. ഓക്കെ, ആക്ച്വലി ഇതൊന്നും പറയേണ്ട കാര്യമില്ല. വെറുതെ ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എനിക്ക്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ കാണുമ്പോൾ കൂടുതൽ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒക്കെ ലിഗാൻഡ് ആണെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി പറയുന്നു എന്നുള്ളൂ. അപ്പൊ ക്ലോറിനെ നമ്മളൊരു ന്യൂട്രൽ ലിഗാൻഡ് ആയിട്ട് എടുക്കുമ്പോൾ ക്ലോറിൻ ആറ്റമാണ്. അപ്പൊ അതിന്റെ കയ്യിൽ ഈ ഒരു ഇലക്ട്രോണിനെ മാത്രമാണ് സെൻട്രൽ മെറ്റലിലേക്ക് കൊടുക്കുന്നത്. സോ ക്ലോറിനെ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോറിൻ ഒരേ ഒരു ഇലക്ട്രോണിനെ മാത്രമാണ് സെൻട്രൽ മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ 6 ക്ലോറിനിൽ നിന്നും കൂടെ അയൺ എന്ന് പറയുന്ന സെൻട്രൽ മെറ്റലിലേക്ക്, ആ ന്യൂട്രൽ ആറ്റത്തിലേക്ക് എത്ര ഇലക്ട്രോൺസിനെ കിട്ടും? 6 ഇലക്ട്രോൺസിനെ കിട്ടും, 12 ഇലക്ട്രോൺസിനെ കിട്ടില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാര്യം എന്താ?
Cl എന്നുള്ളത് ന്യൂട്രൽ ആറ്റമായിട്ട് എടുത്തു. അപ്പോൾ അതൊരു 1 ഇലക്ട്രോൺ ഡോണർ ആണ്. പ്രത്യേകം ഓർക്കണം, ക്ലോറിൻ എന്ന് പറയുന്ന ലിഗാൻഡിന് ക്ലോറിൻ എന്ന് പറയുന്ന ലിഗാൻഡിന് നമ്മളൊരു നെഗറ്റീവ് ലിഗാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 2 ഇലക്ട്രോൺ ഡോണർ ആണ്. പക്ഷേ ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ് എങ്കിൽ ദാറ്റ് ഈസ് സിംപ്ലി 1 ഇലക്ട്രോൺ ഡോണർ. കേട്ടോ? അപ്പൊ അത് ഓർത്തിരിക്കണേ നിങ്ങൾ. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഓർത്തിരിക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ നോക്കിയേ, അപ്പൊ ഈ ഒരു മെത്തേഡിനകത്ത് നമുക്ക് നോക്കാം. ഈ ഒരു മെത്തേഡിനകത്ത് ന്യൂട്രൽ ആറ്റം മെത്തേഡിനകത്ത് അയൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് വീതമുണ്ട്? 8 ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്. അയൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന്റെ കയ്യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ദെൻ അയൺ എന്ന് പറയുന്ന ന്യൂട്രൽ ആറ്റത്തിന്റെ കയ്യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ദെൻ 6 ക്ലോറിനകത്തു നിന്നും കൂടെ എത്ര ഇലക്ട്രോൺസിനെ കിട്ടി? 6 ഇലക്ട്രോൺസിനെ കിട്ടി. ബിക്കോസ് ഓരോ ക്ലോറിനാറ്റവും 1 ഇലക്ട്രോൺ ഡോണർ ആണ്. പിന്നെ നമ്മൾ ഈ FeCl6 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സേ ആയിട്ടുള്ളൂ. അയൺ ന്യൂട്രൽ ആറ്റം, ക്ലോറിൻ ന്യൂട്രൽ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ FeCl6 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സിനകത്ത് 6 + 8 ഇലക്ട്രോൺസ് ആയി. പക്ഷേ ഇയാൾക്കൊരു ചാർജ് ഉണ്ടല്ലോ, 3- എന്ന് പറയുന്ന ചാർജ്. അപ്പൊ ന്യൂട്രൽ ആറ്റം മെത്തേഡിനകത്ത് ഈ ചാർജിന് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൂട്ടണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫൈനലി കിട്ടുന്ന ഈ ഇലക്ട്രോൺ കൗണ്ടിന്റെ കൂടി ഈ ഒരു ചാർജ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡിൽ അതിന്റെ കാര്യമില്ല. ബിക്കോസ് ഈ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ആദ്യമേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകം ഓർക്കേണ്ട കാര്യം ഇതാണ്, ന്യൂട്രൽ ആറ്റം മെത്തേഡിനകത്ത് ഈ ഒരു കോംപ്ലക്സിന്റെ ചാർജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഈ കാൽക്കുലേഷനിൽ നമ്മൾ ഈ ചാർജിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല. അയണിനെയും ന്യൂട്രൽ ആയിട്ട് എടുത്തു, ക്ലോറിനെയും ന്യൂട്രൽ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചാർജ് എവിടുന്നാ വരുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ കാൽക്കുലേഷനിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ചാർജിനെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ 3 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതായത് എത്ര ഇലക്ട്രോൺസും കൂടെ വരും? 3 ഇലക്ട്രോൺസ് കൂടെ വരും. 3- 3 നെഗറ്റീവ് ചാർജ് വരിക മീൻസ് ഈ ഒരു കോംപ്ലക്സിന് FeCl6 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സിന് 3 ഇലക്ട്രോൺസിനെയും കൂടെ കിട്ടിയിരിക്കുന്നു. അപ്പൊ 3 ഇലക്ട്രോൺസിനും കൂടെ ആഡ് ചെയ്യണം. സോ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് അയൺ, സെൻട്രൽ മെറ്റലായ അയണിന്റെ എത്ര ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 + 6 + 3 എത്രയാ വരാം? 17 ഇലക്ട്രോൺസ്. 17 ഇലക്ട്രോൺസ്. മനസ്സിലായോ? അപ്പൊ FeCl6 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സിനകത്ത് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് വഴി ചെയ്തപ്പോഴും എത്ര വന്നത്? 17 ഇലക്ട്രോൺസ് വന്നു. ന്യൂട്രൽ ആറ്റം മെത്തേഡ് വഴി ചെയ്തപ്പോഴും എത്ര? 17 ഇലക്ട്രോൺസ് വന്നു. അതായത് ഫൈനൽ റിസൾട്ടിന് മാറ്റമൊന്നുമില്ല, പക്ഷേ ചെയ്യാനെടുക്കുന്ന ടൈം, കാര്യങ്ങൾ ഒക്കെ മാറ്റമാണ്. ന്യൂട്രൽ ആറ്റം മെത്തേഡ് കുറച്ചുകൂടെ സ്പീഡാണ്. നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റും ലിഗാൻഡിന്റെ ചാർജും ഒന്നും അറിയില്ലെങ്കിലും ചെയ്യാം. പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡിൽ അതൊക്കെ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. ന്യൂട്രൽ ആറ്റം മെത്തേഡ് ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യും, ബിക്കോസ് ഇത് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ബാലൻസ് ഇലക്ട്രോണിന്റെ കൗണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഏതെങ്കിലും ഒരു കോംപ്ലക്സിന് ടോട്ടൽ ബാലൻസ് കുറെ കോംപ്ലക്സ് ആണെന്ന് വിചാരിച്ചു. ഇപ്പം FeCO 6 ടൈംസ് അല്ലെങ്കിൽ ക്രോമിയം CO 6 ടൈംസ്, ഇങ്ങനെയൊക്കെ കുറെ കോംപ്ലക്സുകൾ തന്നു. എന്നിട്ട് ഇതിൽ സ്റ്റേബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 ഇലക്ട്രോൺ റൂൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോന്ന് കേസിലും, ഈ ഒരു കേസിൽ അയണിന്റെ ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ നോക്കുക, ഈ ഒരു കേസിൽ ക്രോമിയത്തിന്റെ ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ നോക്കുക, എന്നിട്ട് എവിടെയാണ് 18 ഇലക്ട്രോൺസ് വരുന്നത് നോക്കുക. 18 ഇലക്ട്രോൺസ് വരുന്ന കോംപ്ലക്സ് ഏതാണോ അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും 18 ഇലക്ട്രോൺ വരാത്ത കോംപ്ലക്സിനെക്കാട്ടിലും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ വേറെ ചില കേസിൽ ചിലപ്പോൾ ഇപ്പം സപ്പോസ് ഒരു കോംപ്ലക്സ് ഇപ്പൊ ML6 എന്ന് പറയുന്ന ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്, അവിടെ നമ്മൾക്കിപ്പോ 19 ഇലക്ട്രോൺസ് വന്നു വിചാരിച്ചു. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന കാര്യം. ML6 എന്ന് പറയുന്ന ഒരു ജനറൽ കോംപ്ലക്സിനകത്ത് 19 ഇലക്ട്രോൺസ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യോ, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യോ? സ്റ്റിൽ സെയിം 18 ഇലക്ട്രോൺ റൂൾ വെച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ബിക്കോസ് ഓക്സിഡേഷൻ നടന്നിട്ട് ഒരു ഇലക്ട്രോൺ കളഞ്ഞിട്ട് 19 എന്നുള്ളത് 18 ഇലക്ട്രോൺ ആയിട്ട് മാറണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോംപ്ലക്സ് എന്തായിട്ട് ആക്ട് ചെയ്യണം? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇതിൽ ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് ആണോ റെഡ്യൂസിങ് ഏജന്റ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു റൂൾ വെച്ചിട്ട് തന്നെയാണ്. ദെൻ ഇത് ജസ്റ്റ് ഒരു ടേബിൾ ആണ്. അതായത് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് കുറച്ച് ലിഗാൻഡുകൾ ഉണ്ട്, കോമൺ ആയിട്ട് വരുന്ന ലിഗാൻഡ്. അത് ന്യൂട്രൽ ആറ്റം മെത്തേഡിലെ ഇലക്ട്രോൺ കൗണ്ട് എത്രയാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡിലെ ഇലക്ട്രോൺ കൗണ്ട് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർബണിലാകുമ്പോൾ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ രണ്ട് രീതിയിൽ എടുത്താലും 2 ഇലക്ട്രോൺ ഡോണർ ആണ്. അതുപോലെ ഫോസ്ഫീൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, അമീൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, പ്രശ്നമില്ല. ദെൻ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നൈട്രോസിൽ ആണ്. നൈട്രോസിൽ ബെൻഡ് ആയിട്ടാണ് ലിഗാൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരു രീതിയാണ്, നൈട്രോസിൽ ലീനിയർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഇലക്ട്രോൺ കൗണ്ട് ആണ്.
അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കി വെക്കുക. നൈട്രോസിനിൽ ആരും ഇമ്പോർട്ടന്റ്